Hello guys. Welcome to Partnersvlogs. അപ്പോൾ unexplore വയനാടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരണമലയാണ്. അപ്പോൾ അരണമലയുടെ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ നടന്ന് ഒരു ഭാഗത്തോളം നടന്ന് കയറി. കുറച്ച് ദൂരം ബൈക്ക് വന്നു, ബാക്കിയുള്ള ദൂരം ഞങ്ങൾ നടന്ന് കയറിയതേ. അപ്പോൾ ബാക്കി കാണാം. മഴ പെയ്യുന്നുണ്ട്, കുട എടുത്തിട്ടില്ല, നനയും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, മലേൻ്റെ പൊക്കത്ത് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുടയെങ്കിലും എടുക്കണം. കാരണം മലയെ നോക്കത്താണ് എപ്പോഴും മഴ പെയ്യുക. ഞങ്ങളങ്ങനെ പെട്ടിരിക്കുകയാണ്, കുട എടുത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളിതാ മരച്ചോട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ കൊണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോവാണ്. പാവം നനഞ്ഞു. നല്ല മഴ. മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞു, ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത്, ബാക്കിലുള്ള വ്യൂസ് കണ്ടോ. അപ്പോൾ മുന്നോട്ട് ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ വിശേഷങ്ങൾ മുന്നിലോട്ട് പോയിട്ട് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ എമിറാറ്റ്സിന് അവിടെ നിന്ന് മേളിലോട്ട് കയറുകയാണ് അരണമലയിലേക്ക്. അപ്പോൾ ടോപ്പിലെത്തിയിട്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ മേളിലേക്ക് വീണ്ടും നടന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിലെത്തുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് കുളിക്കാം. എന്തായാലും പോയി നോക്കാം. നമ്മൾ കയറുന്ന വഴി കേട്ടോ, വലിയ ട്രക്കിംഗ് ഒന്നുമില്ല, ചെറിയൊരു കയറ്റുള്ളൂ. ഇനി മുകളിലേക്ക് കത്തുന്നു. അപ്പോൾ നമ്മൾ കയറി വന്നിട്ട് ഇഞ്ചും മടുത്ത് വെള്ളം വേണമെന്നൊക്കെ അറിയാം, നമ്മുടെ കയ്യിൽ വെള്ളമില്ല. അപ്പോൾ ഇനി മുകളിലേക്ക് ഒരു കുന്നും കൂടെ ഉണ്ട്. എല്ലാവർക്കും 900 പോണ വഴി അറിയില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വഴിയുണ്ട്. അത് വരുന്നത് അരണമലയാണ്, ലാസ്റ്റ് ചെയ്യുന്നത് അരണമലയിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ 900 പോകുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ജീപ്പ് കിട്ടും. അത്യാവശ്യം നല്ല കുണ്ടും കുഴി നിറഞ്ഞ റോഡാണ് നമ്മൾ വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടക്കാം. ആ ഒരു ജീപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് 1600 റുപ്പീസാണ്. വലിയ ട്രക്കിംഗ് ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ അധികം കുത്തനെയുള്ള കയറ്റമൊന്നുമില്ല, നിരപ്പായ കുറേ റോഡൊക്കെയാണ് നമുക്ക് വരാം. പിന്നെ ഈ മലയിലേക്ക് കയറുമ്പോൾ മാത്രമേ നമുക്കൊരു ട്രക്കിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. ഇതിലേക്ക് ഇപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, കാരണം ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എടുക്കണം. ഞങ്ങളിങ്ങനെ രണ്ടാമത്തെ മലേൻ്റെ പൊക്കത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ചെറിയൊരു സ്പോട്ടും കൂടെ ഉണ്ട്, അതാണ് എൻ്റെ എന്ന് തോന്നുന്നു. വേറെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം മഴ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കയ്യാക്കും. അടിപൊളിയല്ലേ കുഞ്ച്? അങ്ങനെയുണ്ട്. എന്താ അടുത്ത് അവിടെ ഇരിക്കുന്നു? ഇങ്ങോട്ട് വാ. പാവം അടുത്തിട്ടോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിലെങ്ങനെയാണ് ട്രെക്ക് ചെയ്ത് വന്നത്. ആ ഒരു മല ഉണ്ടോ അവിടെ താഴെ, അതിങ്ങനെ കയറിയിട്ടാണ് വന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൽ ഇവിടെ കാണുന്നതാണ് മേപ്പാടി. മേപ്പാടി ടൗണാണ് അങ്ങോട്ടേക്ക് കാണുന്നത്. സോറി, ഇവിടെയാണ് മേപ്പാടി ടൗൺ, അങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട്. അപ്പോൾ നമ്മൾ മേപ്പാടി പെട്രോൾ പമ്പിൻ്റെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്ന മലയല്ലേ, ആ മല അത്. രക്ഷയില്ല, അടിപൊളിയാണ്. കാർമേഘം വരുന്നുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പതുക്കെ ഇറങ്ങുവാണ്. ഇതിനെന്തോ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അൺഎക്സ്പ്ലോർ വയനാടിൻ്റെ ഇനി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്ന് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്.